ആവശ്യമുള്ള ദൈവത്തിന് നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर भला है और उसकी करुणा सदा की है. ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. हमारे जिंदगी में काफी बार मुश्किलों का सामना करना पड़ता है, लेकिन परमेश्वर हमारे जिंदगी का नियंत्रण करता है. പല സാഹചര്യങ്ങളും ജീവിതത്തിൽ പ്രതികൂലങ്ങളെ നേരിടേണ്ടതായി വന്നാലും ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. काफी बार हमारे सोच से भी परे है परमेश्वर के कार्य हमारे जिंदगी में. നമ്മൾ ചിന്തിക്കുന്നതിലും ഉപരിയായി ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തയുണ്ട്. हालेलुया. प्रेज गॉड. म्यूट एक डिवाइस अनम्यूट है, अगर म्यूट कर सकते हैं तो अच्छा है. आमेन. प्रेज द लॉर्ड. हालेलुया. हालेलुया. थैंक यू. आमेन. प्रेज द लॉर्ड. परमेश्वर की भलाई के लिए मैं परमेश्वर को धन्यवाद देता हूं. ദൈവത്തിന്റെ നാമത്തിനും ദൈവത്തിന്റെ നന്മയ്ക്കും നന്ദി പറയുന്നു. आमीन. खासतौर से साजन पास्टर के बेटे के विषय के लिए हम निरंतर प्रार्थना करते हुए आ रहे हैं. സാജൻ പാസ്റ്ററുടെ കുഞ്ഞിനെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിച്ചു വരുന്നു. बहुत ही मुश्किलों का सामना वे कर रहे हैं. വളരെ പ്രതികൂലത്തിലൂടെ, വളരെ ഒരു പ്രയാസത്തിലൂടെ അവർ കടന്നു പോകുന്നു. लेकिन परमेश्वर ने अब तक परमेश्वर की भलाई को अनुभव करने के लिए परमेश्वर ने सहायता किया. ഇത്രത്തോളം ദൈവത്തിന്റെ നന്മ അനുഭവിപ്പാൻ ദൈവം അവരെ ഇടയാക്കിയല്ലോ. और भी परमेश्वर अपने बेटे को सुरक्षित रखने के लिए अद्भुत चंगाई में परमेश्वर ने बनाए रखने पाए. ദൈവം വളരെ അത്ഭുതകരമായ സൗഖ്യത്തോടെ ആ കുഞ്ഞിനെ നടത്തുവാൻ, അവൻ വിടുവിക്കുവാൻ ഇടയാകട്ടെ. हालेलुया. जल्दी से हमारे ध्यान हम परमेश्वर के वचन की ओर हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ വേഗത്തിൽ വചനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. रोमियों की पत्री उसके 16वें अध्याय की ओर आज हमारे ध्यान हम लेकर आएंगे. रोमियों की पत्री उसके 16वें अध्याय उसके 1 से लेकर 4 तक की आयतों को हम सबसे शुरुआत में हम देखेंगे. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ സഹോദരിയും കെംക്രേയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്വി. आमीन. प्रेज़ लॉर्ड. ये पूरा अध्याय आमीन. प्रेज़ लॉर्ड. प्रेरित पौलुस नमस्कार करने वाला विषय को हम यहाँ पर पढ़ते हैं. ഈ മുഴുവൻ അധ്യായത്തിലും പൗലോസ് പലർക്കും വന്ദനം ചൊല്ലുന്ന വിഷയങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. हालेलुया. प्रेज़ लॉर्ड. आमीन. बहुत ही गहरा वाला एक आमीन पुस्तक लिखने के बाद में लास्ट में आकर जो भी प्रेरित पौलुस का मदद के लिए कारण हुआ है उनको ग्रीटिंग्स करने वाले एक अनुभव यहाँ पर पढ़ रहे हैं. വളരെ ആഴമായ ചില വിഷയങ്ങളെയൊക്കെ ആമേൻ പറയുന്ന ഒരു പുസ്തകത്തിന്റെ അനേകം അധ്യായങ്ങൾ എഴുതിയതിനു ശേഷം അവസാനം ഒരു അധ്യായത്തിൽ തന്നെ സഹായിച്ചവർക്ക് വന്ദനം ചൊല്ലുന്ന ഒരു അധ്യായമായി അത് എഴുതിയിരിക്കുകയാണ്. हालेलुया. रोमियों के कथन में परमेश्वर की कलीसिया के लिए सबसे अनमोल आमीन बातों को प्रेरित पौलुस के बारे में पौलुस के द्वारा दिया गया है. റോമാലേഖനത്തിലൂടെ ദൈവസഭയ്ക്ക് വളരെ വിശേഷമായ ചില മർമ്മങ്ങൾ എഴുതി ലഭിക്കുവാനിടയായി പൗലോസ് മുഖാന്തരം. लेकिन एक बात प्रेरित पौलुस और पवित्र आत्मा में स्मरण दिलाना चाहता है कि हमारा परमेश्वर अपने लोगों को भूलने वाला परमेश्वर नहीं है. എന്നാൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ചില വളരെ വിശേഷമായ കാര്യങ്ങൾ എഴുതി ചേർക്കുവാൻ മറന്നുപോയില്ല. हालेलुया. वे हमें स्मरण दिलाना चाहते हैं कि जो परमेश्वर के लिए बाढ़ होते हैं, जो परमेश्वर के लिए खड़े हैं, उन्हें हमारा परमेश्वर कभी भी भूलने वाला परमेश्वर नहीं है. ഈ ഒരു കാര്യത്തിലൂടെ നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവനാമത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെ അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ എന്തെങ്കിലും ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും മറക്കുകയില്ല. Everyone who worked hard for the Lord, जो भी परमेश्वर के लिए मेहनत किया है, जो उनके पूरा एफर्ट डाला है, परमेश्वर कभी भी उन्हें भूलने वाला परमेश्वर नहीं है. ദൈവനാമത്തിനു വേണ്ടി ആമേൻ വളരെ കഠിനാധ്വാനം ചെയ്ത വ്യക്തി ജീവിതങ്ങളെ ദൈവം ഒരിക്കലും മറന്നു പോകുകയില്ലെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. और ये एक अध्याय में हम देखते हैं करीबन 25 लोगों का नाम प्रेरित पौलुस यहाँ पर याद दिला रहा है. ഈ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഏകദേശം ഒരു 25ഓളം പേരുടെ പേര്
പൗലോസ് മുഖാന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. उन्होंने शायद बड़े अजंबे कार्य या चमत्कार नहीं किया होगा, लेकिन उनका सेवकाई के लिए जो कदम रखा है उसके कारण परमेश्वर उन्हें भूलने के लिए तैयार नहीं है, बल्कि परमेश्वर ने आदर करने के लिए तैयार हो रहा है. ഇവരാരും വലിയ അത്ഭുതങ്ങളോ വീര്യപ്രവർത്തികളോ അടയാളങ്ങളോ ചെയ്തതായി നമ്മൾ അറിയുന്നില്ല. പക്ഷെ അവർ കർത്താവിന്റെ വേല നിമിത്തം എടുത്ത ചില ചുവടുകൾ, അവർ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത കൈത്താങ്ങലുകളാണ് അവരെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാനിടയാകുന്നത്. उनका रूमाल के द्वारा चंगाई नहीं हुआ होगा, शायद उनका नाम बड़े पोस्टर में नहीं आया होगा, लेकिन परमेश्वर के लिए खड़ा होने के कारण परमेश्वर ने याद करना चाहता है. അവരുടെ റൂമാല് വീണ് ആരും രോഗികൾ സൗഖ്യമായിട്ടുണ്ടാകിയില്ല. അവരുടെ പേരുകൾ വലിയ പരസ്യങ്ങളിലും പത്രങ്ങളിലും പോസ്റ്ററുകളിലും എഴുതി വന്ന് കാണത്തില്ല. പക്ഷെ അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ വളരെ प्रशंसार्हनीयമായി മാറി. जब कलीसिया कठिन समय से जा रहे हैं, तब जो परमेश्वर के लिए खड़ा होने के लिए तैयार है, उन्हें हमारा परमेश्वर कभी भी भूलने वाला परमेश्वर नहीं है. സഭ വളരെയധികം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ആ വിഷയത്തിന്മേൽ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ പോലും കർത്താവ് മറന്നു പോകുകയില്ല. हालेलुया, प्रेज़ लॉर्ड. इन दिनों में बाकी के स्टेट में भी बहुत ही तनाव शैतान खड़ा कर रहा है. പല സംസ്ഥാനങ്ങളിലും ഈ ദിവസങ്ങളിൽ പിശാച് വളരെയധികം പ്രതികൂലങ്ങളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ओपन चैलेंज दे रहा है कि ऐसा करेंगे तो इतना लाख रुपए मिल जाएगा. വളരെ തുറന്നടിച്ചതുപോലെയാണ് അവർ ചോദിക്കുന്നത്. ഇന്ന കാര്യം ചെയ്തെങ്കിൽ ഇന്ന പോലെ പൈസ വേണം. ऐसा कार्य करने वालों के लिए इतना लाख रुपए देने वाला है करके ओपनली जब बताया, तभी भी हमारे लिए न्याय करने वाले गवर्नमेंट नहीं है, एक सुप्रीम कोर्ट नहीं है. एक व्यक्ति का जान लेने का भी अधिकार किसने इनके हाथों में दिया है. വളരെ തുറന്ന സംസാരം പോലെ ഇന്ന വ്യക്തിയുടെ ജീവിതം എടുത്താൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാമെന്ന് വിളിച്ചു പറഞ്ഞാലും നമ്മൾക്ക് ന്യായം പറയുവാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു ഗവൺമെന്റോ ഒരു കോടതിയോ മറ്റ് ആരും മുന്നോട്ട് കടന്നു വരുന്നില്ല. लेकिन हमारा परमेश्वर सिंहासन पर विराजमान परमेश्वर है. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം നമ്മുടെ ന്യായാസനത്തിൽ ഉണ്ട്. हालेलुया. मेरा परमेश्वर अभी भी मरा नहीं है, वो आज भी जिंदा परमेश्वर है. എന്റെ ദൈവം മരിച്ചിട്ടില്ല, എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. आयु कहता है कि मेरा उद्धारकर्ता आज भी जिंदा है. യോബ് പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. हालेलुया. प्रेज़ लॉर्ड. माय रिडीमर लिव्स. मेरा उद्धार करने वाला अभी भी मरा नहीं है, वो आज भी जिंदा परमेश्वर है. എന്റെ ദൈവം മരിച്ചിട്ടില്ല, എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. हालेलुया. वो एक हियाव हमारे अंदर हर पल होने पाए कि मेरा परमेश्वर मेरे बारे में ध्यान रखने वाला परमेश्वर है. ആ ഒരു ഉറപ്പും ധൈര്യവും നമ്മൾക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരട്ടെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. हालेलुया. टफ टाइम में परमेश्वर के लिए खड़ा होने वाले व्यक्तियों को परमेश्वर कभी भी भूलने वाला नहीं है. വളരെ പ്രയാസത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം മറക്കയില്ല. हालेलुया. यहाँ पर हम कुछ लोगों को देखते हैं जिन्होंने परमेश्वर के लिए खड़ा होने के लिए तैयार हो गया, या एक मसीह स्वभाव जिन्होंने यहाँ पर दिखाया है. ഈ അധ്യായത്തിൽ നമ്മൾ ചില വ്യക്തി ജീവിതങ്ങളെ കാണുന്നുണ്ട്. സഭ കടന്നുപോയ കഠിനമായ സമയങ്ങളിൽ അവർ ദൈവസഭയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത് ദൈവത്തെ വിട്ടുകളയാതെ നിന്ന അനുഭവങ്ങളെ കുറിച്ച്. एक और दो आयतों में फेबा नाम का व्यक्ति के बारे में बताया है. ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഫേബ. तीन बातों को, हु इज अ क्रिश्चियन, एक मसीह व्यक्ति कौन है, वो इस अध्याय में हम देखने के लिए जा रहे हैं. ഈ അധ്യായത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി ആര് എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ये पहला और दूसरा आयतों में हम देखते हैं an open door, जिसने एक द्वार खोल कर देने के लिए तैयार हो गया. वो व्यक्ति के बारे में हम यहाँ पर देखते हैं कि फेबा नाम का व्यक्ति उस जगह पर परमेश्वर की सेवकाई के लिए उनका द्वार खोल कर देने के लिए तैयार हो गया. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു വ്യക്തി. അവിടെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ അവിടെ ഫേബ എന്ന വ്യക്തി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവളാൽ കഴിവോളം അവളുടെ വാതിൽ തുറന്നു കൊടുത്ത
അനുഭവത്തെ നമ്മൾ കാണുന്നു. Feba opened her door for the ministry. परमेश्वर की सेवकाई के लिए उसने अपने द्वार खोलकर दे दिया. കർത്താവിന്റെ വേല വർദ്ധിക്കേണ്ടതിന് ഫേബ അവളുടെ വാതിൽ തുറന്നു കൊടുപ്പാനിടയായി. Hallelujah. She was a servant, was a helper. I mean, सेवकाई के लिए जिस प्रकार इस्तेमाल हो पाएंगे वैसा वे परमेश्वर की सेवकाई के लिए खड़ा होने के लिए तैयार हो गए. കർത്താവിന്റെ വേലയ്ക്ക് ഒരു സഹായമായിരുന്നു അവൾ. കർത്താവിന്റെ ശുശ്രൂഷക്കാരിയായി അവൾ വേലയ്ക്ക് എങ്ങനെ സഹായം ചെയ്യാമോ അങ്ങനെ അവൾ മുന്നോട്ട് വന്നു. हालेलुया. प्रेषित एक बार एक बड़े परमेश्वर की दास जिनके एक बहुत बड़ा कलीसिया है उनसे पूछा गया कि आपका कलीसिया इतना कैसा बड़ा है और प्रेषित आप शुरुआत से ही क्या इतने लोग आपके साथ खड़े हो गए थे. ഒരിക്കൽ ഒരു വലിയ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന ദേവദാസനോട് ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങളുടെ സഭ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ വളരുവാനിടയായി തീർന്നത്, ഇത് പെട്ടെന്ന് ഇങ്ങനെ ആയതാണോ എന്ന് ചോദിച്ചു. प्रश्न सुनते ही ये परमेश्वर की दास का आंख भर गया. वो आंसुओं के साथ कहता है, नहीं, हालेलुया, ये सेवकाई के शुरुआत में मैं और मेरा पत्नी और हम हमारे 2 बच्चे हम मिलकर उस जगह पे काफी साल तक अकेला सेवकाई हम निभा रहे थे. തന്നോട് ചോദിച്ച ഈ ചോദ്യം കേട്ട് തന്റെ കണ്ണുകൾ നിറയുവാനിടയായി തീർന്നു. താൻ പറഞ്ഞു, അനേക വർഷം ഈ ഒരു ദേശത്ത് ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും തന്നെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. हालेलुया. हम अकेला प्रार्थना कर रहे थे और ऐसे समय में एक व्यक्ति ने उसका घर का द्वार खोलकर देने के लिए तैयार हो गया. അങ്ങനെ ഞങ്ങൾ അനേകം വർഷങ്ങൾ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഭവനത്തിൽ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നു. एक परिवार ने उसका घर का द्वार खोल दिया. ഒരു ഭവനക്കാർ അവരുടെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു. हालेलुया. जैसे वो घर का द्वार उनके लिए खुला, वहां से उस सेवकाई का शुरुआत हो रहा है. और आज जब एक मेगा चर्च करके आप देखते हैं, इसका पीछे एक परिवार ने उनका घर का द्वार खोलने के लिए तैयार हुआ, उसके लिए चर्च आज इतना बड़ा हुआ है. ഇന്ന് നിങ്ങൾ ഇത്രയും വലിയൊരു മെഗാ ചർച്ച്, ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു വലിയ സഭ നിങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ആരുമില്ലായിരുന്നു ഒരു ഭവനം അവരുടെ വാതിൽ ഒരു സഭാ ശുശ്രൂഷയ്ക്കായി തുറന്നു തന്നതുകൊണ്ട് ആ സഭ അവിടെ നിന്ന് ഇത്രത്തോളം വളരുവാനിടയായി. सच में काफी जगहों पर सेवकाई क्यों नहीं बढ़ रहा है? क्योंकि लोग अपने घर के द्वार खोलकर देने के लिए तैयार नहीं हैं. പല ദേശങ്ങളിലും കർത്താവിന്റെ വേല വർദ്ധിക്കുവാൻ ഇടയാകാതിരിക്കുന്നത് അവിടെ വർദ്ധിച്ചു വരാത്തതിന്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് അവരുടെ പല വിശ്വാസികളുടെയും പല ജീവിതങ്ങളുടെയും ഭവനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. हालेलुया. लेकिन फेबा ने अपने घर का द्वार खोल दिया. इसके लिए वहां पर वो कलीसिया बढ़ने के लिए, फ्लरिश होने के लिए कारण हो रहा है. എന്നാൽ ഫേബ അവളുടെ ഭവനം തുറന്നു കൊടുത്തത് കൊണ്ട് അവളുടെ സഹായ നിമിത്തം ആ ദേശത്ത് ദൈവസഭ വളരുവാനിടയായി. अब दूसरा एक भाग हम देखेंगे, उसके 3 और 4 आयतों को हम देखेंगे. 3 और 4 आयतों को. അതിന്റെ രണ്ടാമത്തെ വിഷയം നമ്മൾക്ക് 3-4 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ക്രിസ്തുയേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്യുവീൻ. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. हालेलुया. प्रेज़ लॉर्ड. दूसरा व्यक्ति को हम देखते हैं, अक्विला और प्रिस्किला नाम के 2 व्यक्तियों के बारे में हम यहाँ पर देख रहे हैं. ഇവിടെ രണ്ടുപേരെ നമ്മൾ കാണുന്നു, പ്രിസ്കയും അക്വിലാവും. they were ready to open their heart. उनका हृदय परमेश्वर के लिए खोलने के लिए वे तैयार हो गए. അവരവരുടെ സ്വന്തം ഹൃദയം ദൈവത്തിനു വേണ്ടി തുറന്നു കൊടുത്തവരായിരുന്നു. वहां पर ये भी लिखा गया है कि they risked their life. उनका जिंदगी भी दाव में रख दिया. उनका गला भी जाना पड़े तो भी परमेश्वर के लिए परमेश्वर की सेवकाई के लिए हम जरूर खड़े हो जाएंगे. वे उनका हृदय परमेश्वर की सेवकाई के लिए खोल दिया. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവർ പ്രാണൻ വരെ അവർ കഴുത്ത് വരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വെച്ചു കൊടുക്കുവാൻ, അതായത് ജീവൻ പോയാലും കർത്താവിന്റെ വേലയ്ക്ക് സഹായമായി തീരണമെന്ന്
അവരുടെ ഹൃദയം തുറന്ന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ കൊടുത്ത വ്യക്തി ജീവിതം. परमेश्वर की सेवकाई के लिए हृदय खोलना उतना आसान नहीं है, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഹൃദയം തുറക്കുന്നത് അത്ര എളുപ്പമല്ല. लेकिन अक्विला और प्रिस्किला तैयार हो गया उनका हृदय परमेश्वर के लिए खोल कर देने के लिए. എന്നാൽ അക്വിലാവും പ്രിസ്കയും അതിനുവേണ്ടി അവർ ഹൃദയം തുറന്ന് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. बहुत ही कठिन समय है, कोई भी पौलुस के साथ खड़े होने के लिए तैयार नहीं था, लेकिन अक्विला और प्रिस्किला उनका जान भी जाने दे, लेकिन फिर भी हम परमेश्वर की सेवकाई के लिए खड़े रहेंगे, वो निर्णय के साथ वे वहां पर खड़ा हो गया. ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര അനുകൂലമായിരുന്നില്ല. വളരെ പ്രതികൂലമുള്ള ഒരു സാഹചര്യത്തിൽ ആരും പൗലോസിനെ സഹായിക്കുവാനോ പൗലോസിന്റെ കൂടെ നിൽക്കുവാനോ ഒരുക്കമില്ലാഞ്ഞ സമയത്താണ് ഈ രണ്ടുപേർ അവരുടെ പ്രാണൻ പോലും വെച്ചുകൊടുപ്പാൻ തയ്യാറായി. उनका प्रोफेशन यदि जानना है, प्रेरितों के काम उसके 18वें अध्याय उसका 2 और 3 आयतों को हम देखेंगे. बुक ऑफ एक्ट्स चैप्टर 18 वर्सेस 2 and 3. हालेलुया, हम जल्दी से देखेंगे. प्रेरितों के काम उसके 18वें अध्याय उसके 2 और 3 आयतों को हम जल्दी से देखेंगे. അവരുടെ ജോലി എന്താണെന്ന് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 18ന്റെ 2-3 വാക്യങ്ങൾ. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. हालेलुया, they were tent makers करके वहां पर बताया गया है. അവര് കൂടാരം ഉണ്ടാക്കുന്നവരായിരുന്നു. हालेलुया, अक्विला और प्रिस्किला का जॉब क्या है पूछेंगे तो नर्सिंग फील्ड नहीं था, आईटी प्रोफेशनल्स नहीं थे, लेकिन टेंट मेकर्स थे. हालेलुया, वे जगह जगह जाकर टेंट बनाने वाले लोग थे. वे അക്വിലാവിന്റെയും പ്രിസ്കയുടെയും ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലിയ IT ഫീൽഡിലും മെഡിസിൻ ഫീൽഡിലും ഒന്നും ഉള്ളവരായിരുന്നില്ല. അവർ സാധാരണക്കാരായി പലയിടങ്ങളിൽ പോയി അവിടെ കൂടാരങ്ങൾ പണിതു കൊടുക്കുന്ന തൊഴിലായിരുന്നു. प्रेरित पौलुस ने देखा कि उनका भी प्रोफेशनल इनके साथ मिलता जुलता है. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് നോക്കിയപ്പോൾ തന്റെ ജോലി തന്നെയാണ് ഇവരുടെയും ജോലി. हालेलुया, वे भी इनके साथ मिलकर उनके साथ रहकर वहां पर सेवकाई का शुरुआत कर रहा है. അത് മനസ്സിലാക്കിയ പൗലോസ് തന്റെയും ജോലി ഇതായതുകൊണ്ട് ഒരുമിച്ച് നിന്ന് താമസിച്ച് അവരുടെ ഭവനത്തിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്തു. हालेलुया, टेंट मेकर्स के घर में रहना उतना आसान नहीं है. കൂടാരപ്പണി ചെയ്യുന്നവരുടെ ഭവനത്തിൽ താമസിക്കുന്നത് എളുപ്പമാണോ? लेदर का काम भी करते हैं, बहुत ही एक अलग माहौल है, लेकिन फिर भी प्रेरित पौलुस वहां पर उनके साथ रहने के लिए तैयार हो जाते हैं. അവിടെ ലെതറിന്റേതായ പണികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ നടക്കുന്ന ഒരു ഭവനത്തില് പൗലോസും ആ ഭവനത്തിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തു. हालेलुया, प्रेज द लॉर्ड. और इस परिवार ने उनका हृदय परमेश्वर के लिए खोला, इसके लिए वहां पर एक सेवकाई का शुरुआत हो रहा है. ആ കുടുംബം അവരുടെ ഹൃദയം പൂർണ്ണമായും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തത് കൊണ്ട് അവിടെ കർത്താവിന്റെ വേല വർദ്ധിപ്പാനിടയായി. पहला कोरिन्थियों के पत्री उसके 16वें अध्याय उसके 19वें आयत में हम देखेंगे. फर्स्ट कोरिन्थियंस चैप्टर 16 वर्सेस 19 हम देखेंगे. 1 കൊരിന്ത്യർ 16ന്റെ 19 വാക്യം നോക്കാം. ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കിയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. हालेलुया, उनके घर का जो कलीसिया है उसके साथ आपको नमस्कार करता है करके प्रेरित पौलुस यहाँ पर स्मरण दिलाता है. അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു എന്ന് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. उसका मतलब आराधना उनके घर में चल रहा है. അതിന്റെ അർത്ഥം ഇവരുടെ ഭവനത്തിൽ ഒരു ആരാധന നടക്കുന്നുണ്ട് എന്നല്ലേ. लोग इनके घर में इकट्ठा होते हैं. ആളുകൾ അവരുടെ ഭവനത്തിൽ വരുമായിരുന്നു. they were temporarily moved to that new place, लेकिन फिर भी वहां पर परमेश्वर की सेवकाई के लिए वो परिवार अपना हृदय खोल कर दे रहा है. അവർ വളരെ താൽക്കാലികമായി പുറപ്പെട്ട ആ കൽപ്പന നിമിത്തം കടന്നു വന്ന ഒരു ദേശത്ത് അവരായിരിക്കുമ്പോഴും അവരുടെ ഭവനം അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുപ്പാനിടയായി. हालेलुया, कोरी टीन बूम करके एक एक व्यक्ति के बारे में आप जरूर एक बुक में पढ़ सकते हैं. കോരി ടീം ബൂം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പുസ്തകം തന്നെ ഉണ്ട്. हालेलुया, सेकेंड वर्ल्ड वॉर के समय में बहुत सारे यहूदी लोगों को नासी के लोग बहुत पीड़ा दे रहा था. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് യഹൂദന്മാരെ
വളരെയധികം പീഡനത്തിലൂടെ കൊണ്ടുപോയ ഒരു കാലമുണ്ടായിരുന്നു. उनको कंसंट्रेशन कैंप में डालकर ऑक्सीजन ना देते हुए उन्हें मार डालते थे. बहुत ही एक कठोर मृत्यु का अनुभव से यहूदी लोग होकर जाना पड़ रहा था. അവരെ അടച്ച മുറികളിൽ അടച്ചിട്ട് അവർക്ക് വായു സഞ്ചാരമില്ലാതെ ഓക്സിജൻ പോലും കൊടുക്കാതെ ശ്വാസം മുട്ടിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. काफी दिन काफी हफ्ते तक भूखा रखकर उन्हें मार डालने वाला अनुभव था. വളരെ നാളുകൾ ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. और एक ऐसा एक कमरे के अंदर जहां पर कोई ऑक्सीजन नहीं आ सकते हैं, वहां पर गैस डालकर उन्हें घुटन महसूस करवा के उन्हें मार डालने वाला अनुभव था. വെട്ടമില്ലാത്ത വെളിച്ചമില്ലാത്ത വായു കയറാത്ത മുറിക്കകത്ത് അടച്ചിട്ടിട്ട് അതിനകത്ത് പ്രത്യേകതരം ഗ്യാസ് നിറച്ച് അവരെ ശ്വാസം മുട്ടിച്ച് കൊന്ന അനുഭവങ്ങളുള്ള ഒരു സമയം. बहुत ही कठोर समय से होकर वे गए थे. അവര് വളരെ കഠിനമേറിയ ഒരു പീഡനത്തിലൂടെ കടന്നുപോയി. तब ये कोरी नाम का एक बहन है, उन्होंने निर्णय लिया कि मुझसे जितना हो पाएंगे उतना लोगों को इसके बीच में से मैं छुड़ा कर लेकर आकर मेरे घर में या अलग अलग जगह पर मैं शेल्टर दूंगा. ആ കാലഘട്ടത്തിൽ കോരി എന്ന് പേരുള്ള ഒരു സഹോദരി അവൾ തീരുമാനമെടുത്തു, എന്നാൽ കഴിവതോളം എന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് യഹൂദന്മാരെ ഞാൻ പാർപ്പിച്ച് ഒളിപ്പിച്ച് പാർപ്പിച്ച് രക്ഷിക്കും. ऐसे पीड़ाओं से होकर जाने वाले बहुत सारे लोगों को वहां से छुड़ाकर सोचकर देखिएगा, बहुत ही रिस्क है. यदि पकड़ा जाएगा तो इन्हें भी मार डालेंगे, लेकिन फिर भी परमेश्वर की प्रेम के कारण वे लोगों को उसके बीच में से छुड़ा कर लेकर आकर उन्हें सीक्रेट प्लेसेस में उन्हें संभालते थे. സാഹചര്യം അവൾക്ക് അനുകൂലമായിരുന്നില്ല. വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ്. അവളും പിടിക്കപ്പെട്ടാൽ ഇത് ചെയ്തത് നിമിത്തം അവളും കൊല്ലപ്പെടും. എന്നിരുന്നാലും കർത്താവിന്റെ വേലയോടുള്ള സ്നേഹ നിമിത്തം ചിലരെയെങ്കിലും രക്ഷിപ്പാൻ അവൾ ഇങ്ങനെ ഒരു താല്പര്യപ്പെടുവാനും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുവാനും ഇടയായി. वे और अपने बहन दोनों बहनें मिलकर काफी लोगों को छुड़ाकर लेकर आया. केवल छुड़ाया ही नहीं, उनके लिए खाना का इंतजाम किया, उन्हें रहने का इंतजाम किया और यीशु के बारे में उन्हें वे बता कर दे रहे हैं. അവരെ കേവലം അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക മാത്രമായിരുന്നില്ല. അവൾ തനിച്ചല്ല, അവളുടെ സഹോദരിയും രണ്ടുപേരും ഒരുമിച്ച് അനേകരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർക്കുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചു കൊടുത്ത് അവരെ സൂക്ഷിപ്പാനിടയായി. और यीशु के बारे में उन्हें बता कर दे रहा है. അവരോട് സുവിശേഷം പറയുവാനിടയായി. उनके काफी लास्ट मोमेंट में भी काफी लोग यीशु को उद्धारकर्ता के नाम अपनाने के लिए कारण हो गया. അവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ചിലരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുന്നതിന് കാരണമായി. लेकिन ये सब जब होकर जा रहा था, तब ये कोरी नाम का ये बहन और उनके छोटी बहन दोनों इस नासी के द्वारा पकड़ा गया. ഇങ്ങനെ ഇവർ ചെയ്തു വരവേ ഈ ആളുകൾ നിമിത്തം പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ ഇവരും പിടിക്കപ്പെട്ടു. क्योंकि उनको पता चला कि ऐसे दो लोग मिलकर काफी लोगों को बचा रहे हैं. ഈ രണ്ട് സഹോദരിമാർ ചെയ്യുന്ന ഈ കാര്യത്തെ കുറിച്ച് അവർക്ക് അറിവ് കിട്ടി. हालेलुया. और ये दोनों बहनों को सबसे क्रूअल पीड़ाओं से होकर जाना पड़ा. ഈ രണ്ട് സഹോദരിമാരെ വളരെ ക്രൂരമായ പീഡനത്തിലൂടെ കടത്തി വിടുവാനിടയായി. बहुत ही कठिन पीड़ाओं से ये बहन सोचकर देखिएगा, एक औरत कितना कठिन पीड़ा से होकर जा सकते हैं. വളരെ കാഠിന്യമേറിയ പീഡനത്തിലൂടെ സഹോദരിമാർ കടന്നു പോകേണ്ടതായി വന്നു. पीड़ा करने वाले लोगों को कोई दया नहीं है, उस प्रकार का पीड़ा से उन्हें होकर जाना पड़ रहा है. ഒരു ദൈവമില്ലാത്തവരുടെ കൈയാൽ അവർ പീഡിപ്പിക്കപ്പെടുവാനിടയായി. तभी भी वे कहते हैं, मुझे उधार दिया हुआ परमेश्वर की प्रेम जब मैं स्मरण करता हूं, ये पीड़ा मेरे जिंदगी में कुछ भी नहीं है करके वे सब कुछ सहने के लिए तैयार हो जाते हैं. ആ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ സഹോദരിമാര് ധൈര്യത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവിന്റെ പങ്കപ്പാടുകളുടെ മുൻപാകെ ഈ കഷ്ടതകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞവർ സന്തോഷത്തോടെ അത് സഹിപ്പാനിടയായി. मुझे उधार दिया हुआ, मुझे पाप से मुक्ति दिलाया हुआ, मुझे नरक से बचाया हुआ उस परमेश्वर का प्रेम जब मैं स्मरण करता हूं, ये पीड़ा मेरे लिए एक पीड़ा ही नहीं है. എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി വിടുതൽ തന്ന
എന്നെ വീണ്ടെടുത്ത കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഈ പീഡനം ഒന്നുമില്ല എന്നവർ സന്തോഷത്തോട് സഹിപ്പാനിടയായി. कठिनाइयों के बीच में भी वे अपने हृदय परमेश्वर के लिए खोल कर दे रहे हैं. കഷ്ടതയുടെ നടുവിലും അവർ ഹൃദയം കർത്താവിനു വേണ്ടി തുറന്നു കൊടുപ്പാനിടയായി. सबसे पहले हमने देखा था an open door, जिन्होंने अपने घर का द्वार खोल कर दिया, और यहाँ पर हमने देखा है a person, hallelujah, who is ready to open their heart, उनका हृदय परमेश्वर के लिए खोल कर देने के लिए वे तैयार है. ആദ്യമേ നമ്മൾ കണ്ടു അവരുടെ ഭവനത്തിന്റെ വാതിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഒരു കൂട്ടം ആളുകൾ. ആമേൻ. രണ്ടാമത് നമ്മൾ കണ്ടു അവരുടെ ഹൃദയം തുറന്നു കർത്താവിന്റെ വേലയെ സഹായിച്ച ആമേൻ ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. तीसरा हम देखेंगे an open hand, जो अपने हाथ परमेश्वर के लिए खोलकर एम्ब्रेसोड कार्य करने के लिए तैयार हो गए. മൂന്നാമത് നമ്മൾ നോക്കുന്നത് ആമേൻ തുറന്ന കൈ തുറന്നു കർത്താവിന്റെ വേലയെ സഹായിക്കുന്ന ജീവിതങ്ങൾ. रोमियो की पत्री 16वें अध्याय, उसी अध्याय का 5वीं आयत का दूसरा भाग हम जल्दी से देखेंगे. एपिसोड 5वें आयत का दूसरा भाग. അഞ്ചാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം അവരുടെ വീട്ടിലെ സഭയെ വന്ദനം ചെയ്യുവീൻ. ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനത്തോസിന് വന്ദനം ചൊല്ലുവീൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവീൻ. एफिनेतोस करके एक व्यक्ति के बारे में यहाँ पर बताया गया है. എപ്പൈനത്തോസ് എന്ന വ്യക്തിയെ കുറിച്ച് അവിടെ പറയുന്നു. who was the first convert to Christ in the Asia provinces करके हम वहां पर देखते हैं. ആസിയയിലെ ക്രിസ്തുവിന് ആദ്യ ഫലമായ വ്യക്തി, सबसे पहला मसीह में आया हुआ एक व्यक्ति के बारे में यहाँ पर बताया गया है. അവിടെ ആദ്യമായി ക്രിസ്തു വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ് എപ്പൈനത്തോസ്. हालेलुया. और पौलुस कभी भी उन्हें भी भूलने के लिए तैयार नहीं है. പൗലോസ് തന്നെയും മറക്കുന്നില്ല. हालेलुया. कहता है कि उस एशिया में जिसने अपने हाथ परमेश्वर की सेवकाई के लिए बढ़ाया है, उन्हें भी मैं नमस्कार करना चाहता हूँ. ആസിയയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൈ തുറക്കപ്പെട്ട ആദ്യ ഫലമായ ആ വ്യക്തിയെ ഞാൻ മറക്കുന്നില്ല. और एक व्यक्ति के बारे में हम देखते हैं, पहला कोरिन्थियों की पत्री उसके 16वें अध्याय उसके 15वें आयत को हम देखेंगे. 1 കൊരിന്ത്യർ 16:15 വാക്യം, സഹോദരന്മാരെ, സ്തേഫാനോസിന്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. वे पवित्र लोगों की सेवकाई के लिए अपने आप को दे दिया करके वहां पर बताया गया है. വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ച കുടുംബം. हालेलुया. स्टेफानोस के उस पूरे परिवार परमेश्वर की सेवकाई के लिए दे वर द मेजर रोल. हालेलुया. वहां का सबसे मुख्य स्थान और सबसे पहले का शुरुआत ये परिवार हो गया है. അവിടെ സ്തേഫാനോസിന്റെ കുടുംബമാണ് കർത്താവിന്റെ വേലയ്ക്ക് ഏറ്റവും മുഖ്യ സ്ഥാനം വഹിച്ചുകൊണ്ട് അവർ മുൻപന്തിയിൽ നിന്നത്. एक जगह का सेवकाई जब शुरुआत में बहुत सारे जरूरतें आगे रहता है. ഒരു കർത്താവിന്റെ വേല ആരംഭിക്കുമ്പോൾ ആ ദേശത്ത് ആ സഭയ്ക്ക് വളരെയധികം ആവശ്യങ്ങൾ ഉണ്ടാവും. तब ये परिवार अपने हाथ खोलकर परमेश्वर की सेवकाई के लिए कार्यों को करने के लिए तैयार हो रहे हैं. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കുടുംബം കൈ തുറന്ന് കർത്താവിന്റെ വേലയെ സഹായിപ്പാനിടയായി. पौलुस कहता है कि मैं उन्हें भूल नहीं पाऊंगा. പൗലോസ് പറയുക, എനിക്ക് ഇവരെ ഒന്നും മറക്കാൻ പറ്റത്തില്ല. उनका जो शुरुआत, हालेलुया, वो हृदय, वो हाथ जो उन्होंने मदद के लिए शुरुआत किया था, वे मैं कभी भी भूल नहीं पाऊंगा. കർത്താവിന്റെ വേലയുടെ ആരംഭത്തിൽ ആ ദേശത്ത് അവർ കൈ തുറന്ന് ഹൃദയം തുറന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തവരെ അവരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. हालेलुया. प्रेसर 3 बातें हमने देखा है. an open door, an open heart and an open hand. हालेलुया. प्रेज लॉर्ड. जिन्होंने द्वार खोलने के लिए तैयार हो गया, जिन्होंने हृदय खोलने के लिए तैयार हो गया, और यहाँ पर हमने देखा जिन्होंने अपने हाथ परमेश्वर की सेवकाई के लिए खोलने के लिए तैयार हो गया. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആമേൻ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തവർ, അവരുടെ ഹൃദയം തുറന്നു കൊടുത്തവർ, അവരുടെ കൈ തുറന്ന് സഹായിച്ചവർ, ഇങ്ങനെയുള്ളവരെ കർത്താവ് മറക്കയില്ല. परमेश्वर की सेवकाई के लिए हम करने वाले छोटे से विषय हो या बड़ा कार्य हो, परमेश्वर कभी भी नहीं भूलने वाला है. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുതോ
എന്ത് ചെയ്താലും കർത്താവ് അത് മറക്കില്ല. आपका हर एक एफर्ट परमेश्वर आदर करने वाला परमेश्वर है। നമ്മുടെ ഓരോ അധ്വാനവും ദൈവം ആദരിക്കും. आपने परमेश्वर की सेवकाई के लिए आपका घर खोल कर दिया है, परमेश्वर आपको आदर करने वाला है। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭവനം എന്തെങ്കിലും തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ആദരിക്കുന്ന ദൈവം. आपका हृदय यदि परमेश्वर के कार्यों के लिए खोल कर दिया है तो परमेश्वर आपको आदर करने वाला परमेश्वर है। നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം നിശ്ചയമായും ആദരിക്കും. हालेलुया। और आपके हाथ यदि फैलाकर परमेश्वर के कार्यों के लिए करने के लिए तैयार हुआ है, परमेश्वर आपको कभी भी भूलने वाला परमेश्वर नहीं है। നിങ്ങളുടെ കരം തുറന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വേലയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങളെ മറക്കുകയില്ല. हालेलुया। परमेश्वर काफी लोगों के बारे में वहां पर बताया गया है, लेकिन सभी लोगों के बारे में बोलने के लिए आज समय नहीं है, लेकिन एक व्यक्ति के बारे में जल्दी से बताकर वहां पर मैं समाप्त करूंगा। ഒത്തിരി പേരുടെ കാര്യം ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കുറിച്ച് പറയാൻ സമയമില്ല. എന്നാൽ ഒരു വ്യക്തിയെയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. उसके 13वीं आयत को हम पढ़ेंगे, उसी अध्याय 16th चैप्टर के 13th वर्ड को हम जल्दी से देखेंगे। 13ാം വാക്യം, കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. हालेलुया। रूफस के बारे में और उनके माँ जो मेरा भी माँ है उन्हें भी नमस्कार करना करके प्रेरित पौलुस कहता है। റൂഫസിനെ വന്ദനം ചെയ്യണം, അവന്റെ അമ്മയായ എനിക്കും കൂടെ അമ്മയായ അവന്റെ അമ്മയെ വന്ദനം ചെയ്യണം. हालेलुया। परमेश्वर कुछ जगह पर कुछ लोगों को खड़ा करते हैं ताकि काफी लोगों के लिए एक माँ के समान, एक पिता के समान, हालेलुया, काफी लोगों को सांत्वना देने के लिए, काफी लोगों को हौसला दिलवाने के लिए, परमेश्वर में मजबूत करने के लिए परमेश्वर काफी बार काफी लोगों को परमेश्वर तैयार करता है। കർത്താവ് പല സ്ഥാനങ്ങളിലും പലരെയും എഴുന്നേൽപ്പിക്കുന്നു, പലരെയും ആക്കി വെച്ചിരിക്കുന്നത് ആമേൻ അനേകർക്ക് ഒരു അമ്മയായി, ഒരു പിതാവായി, അവർക്ക് ആശ്വാസമായി, അവർക്ക് സാന്ത്വനമായി തീരുവാനുള്ള ശുശ്രൂഷയായി ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. परमेश्वर का वचन खुद कहता है, परमेश्वर की सेवकाई के निमित्त, परमेश्वर के नाम के निमित्त यदि माता पिता को भी छोड़ दे तो परमेश्वर 100 गुना करके देने वाला परमेश्वर है करके वचन हमें स्मरण दिलाता है। വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ നാമനിമിത്തം നിങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടാൽ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് അതിൽ ഇരട്ടിയായി 100 മടങ്ങായി നിങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ മാതാപിതാക്കളെ നിങ്ങൾക്ക് തരും. हमें नष्ट मतलब उन्हें छोड़कर भी यदि हम आए, सेवकाई के लिए आए हैं, तो उसके लिए परमेश्वर आदर करने वाला परमेश्वर है। കർത്താവിന്റെ വേല നിമിത്തം നമ്മൾ അവരെ എവിടെയെങ്കിലും അവരെ ആക്കി വെച്ചിട്ട് നമ്മൾക്ക് വന്നാൽ നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് നമ്മളെ അതുപോലെ കരുതുന്നവരെ ദൈവം തരും. हम सेवकाई में बहुत ऐसे लोगों को हमने हमारे जिंदगी में अनुभव किया है जो एक माँ के समान, एक पिता के समान, जिन्होंने प्रेम हमारे और दिखाया है। കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അനേകർ ആമേ സ്വന്തം മാതാക്കളെ പോലെ, പിതാക്കന്മാരെ പോലെ കരുതി സ്നേഹിക്കുന്ന ജീവിതം. हम जब मेरठ में परमेश्वर की सेवकाई कर रहे थे, उस घटनाओं को मैंने पहले एक बार बता चुका है कि बहुत बड़े एक्सीडेंट से हमें होकर जाना पड़ा। तब मेरा पापा मम्मी उतना समय आकर हमारे साथ रह नहीं पा रहे थे, लेकिन उसी कलीसिया में एक अंकल और एक आंटी हमारे लिए माता पिता के समान हमारा पूरा ख्याल वे रखने के लिए तैयार हो गया। ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആമേൻ മീററ്റിൽ വെച്ച് ആക്സിഡന്റ് ആയ സമയത്ത് ആമേൻ അവിടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വന്ന് നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മീററ്റ് സഭയിലെ ഒരു അങ്കിളും ആന്റിയും അവർ സ്വന്തം അപ്പനെയും അമ്മയെയും പോലെ ഞങ്ങളെ കരുതുവാനിടയായി. हमारे जरूरतों को हम बोलने से पहले ही वे समझकर एक माता पिता जैसा अपने बच्चों के लिए करते हैं वैसा उस परिवार हमारे लिए खड़ा रहा है। ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അവർ മനസ്സിലാക്കി ഒരു മാതാവും പിതാവും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ അവർ ഞങ്ങളെ കരുതിയിട്ടുണ്ട്. सारे कार्यों में उतना प्रेम उनके द्वारा हमने अनुभव किया है। എല്ലാ വിഷയങ്ങളിലും അവരുടെ സ്നേഹം അതുപോലെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. प्रेरित पौलुस कहता है, रूफस का माँ मेरा भी माँ है। उस जगह पर जब मैं सेवकाई के लिए जाता हूँ, वो मेरा एक माँ के समान, हालेलुया, मुझे प्रोत्साहन दिया है। हालेलुया, मेरे अंदर हियाव से उसने हिम्मत दिया है। वो माँ को भी नमस्कार करना करके प्रेरित पौलुस कहता है। അങ്ങനെ ഒരു വിഷയമാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുകയാണ്,
റൂഫസിന്റെ അമ്മ ആമേൻ ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ എന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാൻ, എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ, എനിക്കുള്ളതെല്ലാം ചെയ്തു തരുവാൻ ആമേൻ ഒരുക്കമായിരുന്ന ആ അമ്മയെയും കൂടെ വന്ദനം ചെയ്യുക. A Christian family is not only built in blood but by the bond. Hallelujah. Praise the Lord. केवल खून का रिश्ता ही नहीं बल्कि वो संगति का, वो एकता का रिश्ता हमें काफी बार मजबूत करते हैं. ക്രിസ്ത്യൻ ഭവനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭവനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു രക്തബന്ധമല്ല. എന്നിരുന്നാൽ തന്നെയും അത് അവൻ ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ്. പരസ്പര സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ഒരു ബന്ധമാണ് അതിനെ നിലനിർത്തുന്നത്. रूफस के बारे में बहुत कुछ बोलने के लिए, लेकिन समय यहाँ पर समाप्त हो गया है. റൂഫസിനെ കുറിച്ച് അല്പം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ സമയം കഴിഞ്ഞല്ലോ. जो मसीह में आने के लिए कोई उसका योग्यता नहीं था, लेकिन अपने पिता हालेलुया मसीह यीशु का क्रूस उठाने के कारण हालेलुया परमेश्वर उस पूरे परिवार को स्मरण कर रहा है. ക്രിസ്തുവിനെ സേവിപ്പാനോ ക്രിസ്തുവിൽ പ്രസിദ്ധനാകുവാനോ യാതൊരു യോഗ്യതയുമില്ലായിരുന്ന റൂഫസ്, എന്നാൽ അവന്റെ പിതാവ് അവൻ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നത് നിമിത്തം ആ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടുവാൻ. यदि परमेश्वर का क्रूस आप उठाने के लिए तैयार है, परमेश्वर आपको कभी नहीं भूलेगा. ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കുവാൻ ഒരുക്കമാണെങ്കിൽ ആമേൻ ഒരിക്കലും ക്രിസ്തു നമ്മളെ മറക്കയില്ല. तनाव आएगा, मुश्किलें आएगा, अकेलापन के अनुभव से होकर जाना पड़ेगा, पीड़ाओं से होकर जाना पड़ेगा, लेकिन खुदा के लिए यदि हमने क्रूस उठाया है वो हमें कभी नहीं भूलेगा. वो हमें स्मरण करने वाला परमेश्वर है. നിശ്ചയമായും ജീവിതത്തിൽ കഷ്ടങ്ങളും ക്ലേശങ്ങളും പ്രതികൂലങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമെന്നുള്ളത് വാസ്തവം തന്നെ. എന്നാൽ അന്നും ക്രിസ്തുവിന്റെ ക്രൂശ് എടുപ്പാൻ ഒരുങ്ങിയാൽ क्रिस्तु ഒരിക്കലും നമ്മളെ മറക്കയില്ല. उसने जो मेरे लिए किया है, जब मैं स्मरण करूं, ये दर्द एक दर्द नहीं है बल्कि परमेश्वर में आनंद की अनुभव है. അവൻ എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ ഓർത്താൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങളൊന്നും ഒരു കഷ്ടമല്ല, संतोषത്തോടെ അവന് വേണ്ടി സഹിപ്പാനിടയാകട്ടെ. सेवकाई तब बढ़ता है जब एक व्यक्ति अपना हृदय, अपना द्वार, अपना हाथ परमेश्वर के लिए खोलने के लिए तैयार होता है, तभी परमेश्वर की सेवकाई बढ़ पाएगा. കർത്താവിന്റെ വേല വർദ്ധിക്കണമെങ്കിൽ ഒരു ഭവനം തുറക്കപ്പെടണം, ഒരു ഹൃദയം തുറക്കപ്പെടണം, ഒരു കൈ തുറക്കപ്പെടണം. അങ്ങനെ നാം ചെയ്തെങ്കിൽ കർത്താവിന്റെ വേല വർദ്ധിപ്പാനിടയാകും. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. आपका प्रयत्न परमेश्वर स्मरण करने वाला परमेश्वर है. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നമ്മുടെ പ്രയത്നത്തെ ദൈവം ആദരിക്കുക തന്നെ ചെയ്യും. आमीन. ऐसे